പീരിമേട് റാണിമുടിയിൽ പ്രവർത്തിച്ചു വരുന്ന ക്രഷറിൽ അനധികൃതമായി വില കൂട്ടിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ലോറി ടാക്സി തൊഴിലാളികൾ ക്രഷർ ഉപരോധിച്ചു. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ക്രഷർ ഉൽപ്പന്നങ്ങൾ കമ്പനി ആവശ്യത്തിന് മാത്രം കടത്തിവിടുകയും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. 35ഓളം ടിപ്പർ ലോറി തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം ഏർപ്പെടുത്തിയത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൃഷ്ണമാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ, അല്ലി നഗരം, തേനി. ഫോർ അഡ്മിഷൻസ് 9894584876. പാറമടകളും മറ്റ് ക്രഷറുകളും പൂട്ടിയ സാഹചര്യത്തിൽ നിർമ്മാണ മേഖല ആകെ തരിപ്പണമായി കിടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പീരിമേട് പാമ്പനാർ റാണിമുടിയിൽ പ്രവർത്തിക്കുന്ന റെജി മാത്യുവിന്റെ ഉടമസ്ഥയിലുള്ള ക്രഷറിൽ മെറ്റൽ, എംസാൻഡ് പോലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിലും ഇത് കമ്പനി ആവശ്യത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ പുറത്തേക്ക് കൊടുക്കുവാൻ ഇവർ തയ്യാറാകുന്നില്ല. അങ്ങനെ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമിതമായി വില ഈടാക്കുന്നുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ടിപ്പർ ലോറി ഡ്രൈവേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ക്രഷർ ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം ഏർപ്പെടുത്തിയത്. ക്രഷർ യൂണിറ്റിന്റെ ഗേറ്റ് പൂട്ടി സാധനങ്ങൾ കടത്തിവിടാതെയാണ് ഉപരോധ സമരം ഏർപ്പെടുത്തിയത്. പ്രതിസന്ധിയിൽ കിടക്കുന്ന സമയത്തുള്ള വിലവർധന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഈ മേഖലയിലുള്ള ലോറി ഡ്രൈവർമാർക്കും മുതലാളിമാർക്കും വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു. ആയതിനാൽ അധികാരികൾ ഇതിനെതിരെ നടപടിയെടുക്കണമെന്നും എല്ലാ ചാനലുകാരും ഈ വാർത്ത പുറം ലോകത്തെ അറിയിക്കണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നതോടൊപ്പം ഇത് 2 ദിവസമായിട്ട് തുടങ്ങിയ സമരമാണ്. ഇത്രയും വാഹനങ്ങളും ഡ്രൈവർമാരും ഈ 2 ദിവസമായിട്ട് പട്ടിണിയിലാണെന്ന് തന്നെ പറയാം. ഇവിടെ പരിസരത്തൊന്നും ഒരു കട പോലുമില്ല, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള നിവൃത്തി പോലും ഇല്ല. ക്രഷറിലാണെങ്കിൽ ഒരു സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് വെള്ളമല്ല, കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഇവിടുത്തെ ഡ്രൈവർമാരുടെ അവസ്ഥ. ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങിക്കാൻ പോയ 2 ഡ്രൈവർമാരെ ബൈക്ക് ഓടിച്ചുകൊണ്ട് വന്നവരെ മനഃപൂർവ്വം റോങ് സൈഡ് കയറി ഈ ക്രഷറിലെ ഒരു പിക്കപ്പ് മനഃപൂർവ്വം ഇടിച്ച് അവർക്ക് പരിക്കുണ്ടാക്കുകയും അവരെ ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുകയും എക്സ്റേ ഉൾപ്പെടെ സ്കാൻ ചെയ്യണമെന്ന് അവരറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും പ്രവർത്തനം അവർ ഞങ്ങൾക്കെതിരെ ചെയ്തിട്ടും അവരൊന്ന് ആശുപത്രിയിൽ വരാനോ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ അവർ പണത്തിൻ്റെ അഹങ്കാരം കൊണ്ട് ധിക്കാരപരമായിട്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നതും പോലീസിനെ വിളിച്ചു വരുത്തി ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തേക്കാന്നുള്ളൊരു ധാരണയിൽ പോലീസിനെ വരെ വിളിച്ചു വരുത്തി വല്ലാത്തൊരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സമരക്കാരും ഇതോടൊപ്പം ക്രഷർ ഉടമകളുമായി സംസാരിച്ചുവെങ്കിലും തീരുമാനമായില്ല. സംഭവം തീരുമാനമാകാത്ത പക്ഷം ശക്തമായ സമരം ഏർപ്പെടുത്തിക്കൊണ്ട് ക്രഷറിൽ നിന്നും ഒരു ഉൽപ്പന്നം പോലും വെളിയിൽ പോകാൻ അനുവദിക്കില്ല എന്നാണ് ഡ്രൈവേഴ്സ് പറയുന്നത്. നിർമ്മാണ മേഖല തരിപ്പണമായി കിടക്കുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ക്രഷർ ഉടമകളുടെ പിടിവാശി അവസാനിപ്പിച്ച് ക്രഷർ ഉൽപ്പന്നങ്ങൾ എല്ലാവർക്കും കിട്ടുന്നതിനുള്ള നടപടി ചെയ്യണമെന്നാണ് ഡ്രൈവേഴ്സിന്റെയും അതോടൊപ്പം നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, പീരിമേട്.